നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കുന്ന നിലകൊട്ട്. അപ്പൊ നമ്മളീ ഉണ്ടാക്കുന്ന പൊല്ലാപ്പ് അങ്ങേ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടോ? അത് നിങ്ങൾ ആലോചിക്കും, നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഇലക്ഷൻ വരുവാണ്. മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്നും, കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഇവരാരും ഇതൊന്നും അറിയുന്ന പോലില്ല ആയിട്ടില്ല. ഇവിടെ ഇവർ രണ്ടുപേരും മോളിൽ നിന്ന് തീരുമാനിക്കുന്നതാണ് സ്ഥാനം. അപ്പൊ എനിക്ക് അറിയേണ്ടത്, സാധാരണ അങ്ങ് എന്തൊക്കെ ഭക്ഷണം കഴിക്കുക? ഉച്ചയൊക്കെ സാധാരണ ഭക്ഷണം തന്നെ, അരി ഭക്ഷണം. അല്ല, ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഡൽഹിയിൽ ഉച്ചക്ക് നമ്മുടെ കേരള ഹൗസിൽ നല്ല ഭക്ഷണം കിട്ടുമല്ലോ. ഒരുപാട് എനിക്കൊന്ന് ഈ പാർട്ടിയിലെ സജീവത കൊണ്ടും ഒരു പാർട്ടി പ്രവർത്തനമായിട്ട് സജീവമായിട്ട് പുറത്തൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും. അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ വിജയേട്ടന്റെ വയറിനെ ദ്രോഹിക്കുന്ന ഭക്ഷണം എന്തായിരുന്നു? അല്ല, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അധികം ഞാൻ കഴിക്കാറില്ല. സാധാരണ ഒരു ശരിയായ ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കൂ. ഒരു ഭക്ഷണ പ്രിയനാണോ? അല്ല, നല്ല ഭക്ഷണം കിട്ടിയാൽ ആർക്കും പ്രിയല്ലേ. അല്ല, അത് ആസ്വദിച്ചും കഴിക്കുമോ അതോ കുറച്ച് സമയം എടുത്താൽ കഴിക്കുക? സമയമെടുക്കും. അതെ, സമയമെടുക്കും. ഒരു നല്ല ഇരുത്തം എന്നൊരു കുടുംബസ്ഥനാണെന്ന് കേട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എപ്പോഴും കുടുംബത്തിൽ സാന്നിധ്യം ഉണ്ടാവും. തിരക്ക് പിടിച്ച ജോലിയാണ്, മുഖ്യമന്ത്രിയുടെ പദവിയിലിരിക്കുമ്പോൾ രാത്രിയായ വീട്ടിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കുന്ന ഒരാളാണോ? അത് വേണ്ടേ, നമ്മൾ കുടുംബത്തോടൊപ്പം നമ്മൾ വേണ്ടേ? അല്ലെ, സാധാരണ അങ്ങനെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അങ്ങയുടെ ഈ മീറ്റിങ്ങുകൾക്കും ഒക്കെ തന്നെ ഈ ക്ലിഫ് ഹൗസിലെ താമസത്തിനിടയിൽ അങ്ങോട്ടും ഈ മീറ്റിംഗ് ഒക്കെ ക്ഷണിച്ചുകൊണ്ട് പോകും. എങ്ങനെ അതിനകത്തൊരു നിലപാട്? ക്ലിഫ് ഹൗസിലെ മീറ്റിങ്ങിന് വലിയ സ്ഥലമില്ല, അതാണ് പ്രശ്നം. ഏറ്റവും സൗകര്യം കുറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ വാസസ്ഥലമാണ് നമ്മുടെ ക്ലിഫ് ഹൗസ്. കേരളത്തിലെ നമ്മുടെ ഒരു പൊതുനില, പ്രത്യേകിച്ച് നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കുന്ന നിലകൊട്ട് ആരും അതിന് മാറ്റങ്ങൾ അധികം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ യോഗം ചേരണമെന്ന് വെച്ചാൽ ക്ലിഫ് ഹൗസിൽ അതിനുള്ള സൗകര്യമില്ല. ആകെ ഒരു സൗകര്യപ്പെടുത്തിയ ഒരു മുറിയുള്ളത് ഈ കയറുമ്പോൾ തന്നെയുള്ള മുറി. ആ ഷാർജ ഷെയ്ഖൊക്കെ വന്ന ഘട്ടത്തിൽ ആ ഘട്ടത്തിലൊന്നും മോഡിഫൈ ചെയ്തിരുന്നു. കുറച്ച് കസേരകൾ മാറ്റിയെന്ന് പറഞ്ഞു. പക്ഷെ അതിലൊന്നും ആവശ്യമായത്ര മീറ്റിംഗ് നടത്താനുള്ള സ്ഥലമില്ല. അതിപ്പോൾ പരിഷ്കരിച്ച് നന്നായി. ഞാൻ അതിനിടയിൽ ചോദിക്കട്ടെ, ഞങ്ങൾ ഈ മാധ്യമത്തിന്റെ അകത്ത് നിൽക്കുമ്പോഴേ ഞങ്ങൾ വിചാരിക്കുന്ന ഈ വാർത്തകളൊക്കെ അങ്ങനെ മുഖ്യമന്ത്രിക്ക് എതിരെ കൊടുത്താലും അദ്ദേഹം പഠിക്കാൻ പോകുന്നില്ല എന്നാണ്. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്ന പൊല്ലാപ്പ് അങ്ങേ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടോ? അത് നിങ്ങൾ ആലോചിക്കും, നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. എന്തായാലും നന്നായി. അല്ല, അങ്ങ് മാത്രമല്ല, ഞാൻ അങ്ങയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കൊച്ചുമോനെയൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുക, അപ്പം കേൾക്കു പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക, ഈ മുതിർന്നവരിലുള്ള കുട്ടിത്തം കുട്ടികളാണോ ഇല്ലാതാക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു അപ്രോച്ചുള്ള ഒരാളാണ് ഫാമിലി മാനായ നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ അത് എങ്ങനെയാണ് അങ്ങയുടെ ഒരു സാധാരണഗതിയിൽ ബുദ്ധിയുള്ളൊരു തിരക്ക് സ്വകാര്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരത്തില്ലല്ലോ, അങ്ങനെ ഒരാളാണെന്ന് എൻ്റെ വിശ്വാസം. അല്ല, അത് നമ്മുടെ പൊതുജീവിതം തന്നെയാണല്ലോ. പക്ഷേ കുടുംബത്തിനും കുറച്ച് സമയം ചെലവഴിക്കണമല്ലോ. അതെ. അപ്പോൾ കുടുംബത്തിലെത്തിയാൽ കുടുംബത്തിന്റെ കാര്യങ്ങൾ, അപ്പോഴും ഇന്നത്തെ നിലയിൽ പൊതുവായ കാര്യങ്ങൾ കുറെ നോക്കാനുണ്ടാവും. ശരിക്കുള്ള സമയം കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അല്ല, പൊതുവെ ഈ ചിലപ്പം നമ്മുടെ ഗാന്ധിജിയൊക്കെ പറഞ്ഞ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നതൊക്കെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞല്ലേ, അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മത സാമുദായിക ശക്തിയിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഇങ്ങനെ ഒരു നിലപാടുള്ളവരെ അങ്ങേക്ക് വീട്ടിലുള്ള ആളുകൾക്ക് അങ്ങയുടെ നിലപാടുകളെ സ്വാധീനിക്കാൻ പറ്റുമോ? അങ്ങനെ അവസരം കൊടുക്കാറുണ്ടോ? അത് മറ്റുള്ളവർ വിലയിരുത്തേണ്ട കാര്യമാണ്. എൻ്റെ ഒരു ധാരണ, സാധാരണ നിയതമായ കാര്യങ്ങൾ ചെയ്തു പോകുക എന്നുള്ളത് മാത്രമാണ് ഞാൻ സ്വീകരിക്കുന്നില്ല. അതിനകത്ത് മറ്റ് സ്വാധീനം ഒന്നും, ഏത് തരത്തിലുള്ള സ്വാധീനമായാലും അത് വിലപ്പോവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അല്ല, സാധാരണ രീതി നമ്മുടെ മലയാളികൾക്ക് വളരെ പെട്ടെന്ന് ഡീൽ ചെയ്യാൻ പറ്റുന്നത് ഈ അടുക്കള വഴിയാണ്. വൈഫ് വഴിയൊക്കെ കാര്യങ്ങൾ പറയുക, അവതരിപ്പിക്കുക. ഇതൊന്നും മുഖ്യമന്ത്രി എന്ന വിജയേട്ടൻ്റെ നടക്കുന്നില്ലെന്ന് ചില ആൾക്കാർ പിന്നാമ്പറമ്പിൽ പറയുന്നുണ്ട്. അതൊക്കെ പ്രത്യേകമായ രൂപത്തിൽ രൂപപ്പെടുത്തി വരുന്നതാണ്. നമ്മുടെ കുടുംബ രീതിയും അങ്ങനെ തന്നെയാണ്. തെറ്റായ കാര്യങ്ങളിൽ വ്യാപരിക്കാൻ പോയാലാണ് മറ്റ് ദുസ്വാധീനങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ആരെങ്കിലും അവരെ ബന്ധപ്പെടുകയാണെങ്കിൽ തന്നെ അത് സാധാരണ എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്ന നില സ്വാഭാവികമായിട്ടും സ്വീകരിക്കും. അതുകൊണ്ട് കേൾക്കുന്നയാൾക്കും വേറെ വിഷമമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഈ ദാമ്പത്യത്തിലൊരു ആശയ സംഘടന ഉണ്ടാകുന്ന നമ്മൾ അനുവദിക്കില്ല. അങ്ങനത്തെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയില്ല. ഞാൻ വേറെ കാര്യം ചോദിച്ചാലേ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ പുതിയ കാലത്തിലാണ് അങ്ങ് ജീവിക്കുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ അങ്ങ് ജ്യോതിഷത്തിലും ഒന്നും വിശ്വാസമില്ലെങ്കിൽ, എനിക്കും അങ്ങനെ ഒരു വിശ്വാസമില്ല. ഇത് അങ്ങേക്ക് ഒരു നല്ല സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതും നമ്മുടെ നല്ല സമയമാണ്, നടത്താൻ മതി. മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചാലും അപ്പോഴും അതൊരു നല്ലതിലാണെന്ന് കരുതിയാൽ മതി. വലിയ പാടല്ലേ? അപ്പോൾ പിന്നെ പ്രയാസമില്ല. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരുപക്ഷെ അങ്ങ് ഏറ്റവും അങ്ങ് പെർഫോം ചെയ്ത കാലം
കോവിഡ് കാലമായിരുന്നു. കാരണം അങ്ങ് നടത്തിയ ഒരു സംഘാടക ബലവും കോർഡിനേഷനും അതുപോലെ ആളുകൾക്കൊരു വല്ലാത്ത ഒരു പ്രതീക്ഷ കൊടുക്കുകയും തങ്ങൾക്കൊരു കാവലാളുണ്ടെന്ന് തോന്നലുണ്ടാക്കുകയും ചെയ്ത ഒരു കാലം. ആ 2 കൊല്ലക്കാലം അങ്ങയുടെ സായാഹ്നങ്ങളിലൊക്കെ തന്നെ അങ്ങ് നടത്തിയ വാർത്താ സമ്മേളനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ലോകത്തെ മലയാളികൾക്ക് ഒരുപക്ഷെ ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകും. മുഖ്യമന്ത്രി എന്നുള്ളതിൽ A-Z അങ്ങ് ആൻസറുകളുമാണ്. കാര്യം ആൾക്കാരെ തിരഞ്ഞെടുത്ത് അങ്ങ് മുഖ്യമന്ത്രിയാക്കിയതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങ് എനിക്ക് തോന്നുന്നത് ഈ തലശ്ശേരി കലാപത്തിനിടയിലൊക്കെ ഒറ്റയ്ക്ക് ഇറങ്ങി കലാപത്തെ നിയന്ത്രിക്കാനും ഒക്കെ ശ്രമിച്ച് ആ പോരൊക്കെ കാണിച്ച ഒരാളാണ്. അങ്ങേക്ക് അങ്ങനെ എൻ്റെ ആത്മവീര്യം ചോരുന്നു എന്നൊരു ഡൗട്ട് തോന്നിയ സന്ദർഭങ്ങളുണ്ടോ മുഖ്യമന്ത്രി അന്വേഷണം? അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. ഒരു കാര്യങ്ങൾ ഏത് തരത്തിലുള്ളത് വന്നാലും നമുക്ക് കൂട്ടായി പരിശ്രമിച്ചത് പരിഹരിക്കുക എന്നുള്ളതാണല്ലോ. ആ കൂട്ടായ്മ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ടതായ ഒരു ഘട്ടം ഒരിക്കലും എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ഒരുപക്ഷെ ഞങ്ങളുടെ മാധ്യമക്കാരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ അതിനകത്തുണ്ടാവും. അങ്ങേ ഒരു പരുക്കൻ ഒരു ഭാവം ആൾക്കാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങയുടെ ബോഡി ലാംഗ്വേജ്. പക്ഷേ അങ്ങേക്ക് ചില മൃദുലമായ സ്വഭാവങ്ങളുണ്ടെന്നും മനസ്സുകൊണ്ട് അങ്ങ് ഒരുപാട് സംശുദ്ധി കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഭാവഭേദങ്ങളൊക്കെ ചിലപ്പോൾ ചില ക്ലോസ് ഷോട്ടുകളൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ മനസ്സിലൊന്ന് വേദനിക്കാം. അപ്പോൾ ഈ അങ്ങയുടെ ഇമേജിനെ തന്നെ ചിലപ്പോൾ സ്വാധീനിച്ചെന്ന് വരും. ആ സമയത്തൊക്കെ അങ്ങ് എന്തോ ചിന്തിക്കും? അത് ഞാൻ കാണുന്നത് ഗുണത്തിനാണ് വന്ന് ഭവിച്ചിട്ടുള്ളതെന്നാണ്. അതായത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ സമീപിക്കാനാണ് തയ്യാറാവില്ല. നിങ്ങൾ ചാർത്തിത്തതൊരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അതെടുക്കുമെന്നുള്ള സംശയം അത്തരം ആളുകൾക്ക് വരും. സ്വാഭാവികമായിട്ടും അത് വരില്ല. അതേ ഉള്ളൂ അതിനകത്ത്. TV ഒക്കെ കാര്യമായിട്ട് കാണും. TV കാണാൻ സമയമുണ്ടെങ്കിൽ കാണുന്നതില്ല. അല്ല, അങ്ങ് ഈ കൃത്യമായിട്ട് സിനിമ കാണാൻ സെക്കൻഡ് ഷോ ആണ് പോകുന്നത്? ഇപ്പൊ ഞാൻ അങ്ങനെ സിനിമ കാണാറില്ല, അങ്ങനെ പോയി കാണാറില്ല. അത് സിനിമയും അടുത്താണോ? അതിനൊന്നും സമയം കിട്ടില്ല, അതാണ്. മാത്രമല്ല ചില സമയത്തൊക്കെ തന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും സ്ത്രീകളൊക്കെ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള പരാതികളൊക്കെ സമയം. അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ അങ്ങ് താല്പര്യങ്ങൾ കാണിച്ചുള്ള പല സന്ദർഭങ്ങളും കേരള രാഷ്ട്രീയത്തിലുണ്ട്, കേരള സമൂഹത്തിലുമുണ്ട്. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ ഗുരുതരമാണ് എന്ന് വരുന്ന വേളയിൽ അങ്ങെടുക്കുന്ന ഒരു നിശ്ചിതമായ നിലപാട് എന്താണ്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്? സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുക എന്ന നിലപാട് ഏതൊരു ആധുനിക സമൂഹവും സ്വീകരിക്കേണ്ടതാണല്ലോ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചിലർ തെറ്റായ രീതികൾ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ കർക്കശമായ നിലപാട് സ്വീകരിച്ചു പോകുക എന്നുള്ളതാണ് പൊതുവെ സമൂഹം ആഗ്രഹിക്കുന്നത്. അതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ സർക്കാർ ചെയ്യുന്നുള്ളൂ. അതാണ് അതിൻ്റെ. ഞാൻ അങ്ങ് സെക്രട്ടേറിയറ്റ് വന്ന് 1 മണിക്കൂർ അങ്ങോട്ട് സംസാരിച്ച് നേരത്തെ തുടങ്ങി. ഞാൻ ഈ സംസാരിച്ച കാര്യം എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞൊരു തമാശ ഞാൻ അയാളോട് പറഞ്ഞു. അപ്പോൾ അങ്ങയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതങ്ങനെ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത കാര്യം നമ്മൾ പറയുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത് അയാൾ അത്ഭുതത്തോട് ചോദിച്ചത്, അധികം ചിരിച്ചോ എന്നാണ് ചോദിച്ചത്. ഈ വീഡിയോയുടെ ഫുൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ 24 ന്യൂസിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. ഈ വീഡിയോ ബഹുമാന്യ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇകഴ്ത്താനോ പുകഴ്ത്താനോ ഉള്ള വീഡിയോ അല്ല. അദ്ദേഹം ഇങ്ങനത്തെ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് റിയാക്ട് ചെയ്യുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് വിദ്വേഷമുള്ള ആളുകൾ കാണും, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും. ദയവ് ചെയ്ത് സഭ്യമായ ഭാഷ ഉപയോഗിക്കുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റ രീതിയാണ്. ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് വളരെ കൂളായിട്ട് അതായിരിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയാം. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഭരണത്തെ പുകഴ്ത്തുന്നതിനേക്കാളും കൂടുതലും ഇകഴ്ത്തുന്നവരാണ് കൂടുതലുള്ളത്. അപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം നടുവിൽ വന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പം വളരെ കാമായിട്ടിരിക്കുന്നു, വളരെ കൂളായിട്ടിരിക്കുന്നു. നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയൊക്കെ ടെൻഷൻ്റെ സമയത്തും വളരെ കൂളായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കൊക്കെ ജോലി സ്ഥലത്ത് അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് സ്ഥലങ്ങളിലൊക്കെ നമുക്കുണ്ടാകാൻ ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ ആ സമയത്ത് നമുക്ക് പലപ്പോഴും ചിരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ റിലാക്സ് ചെയ്യാനോ സംസാരിക്കാനോ പറ്റാത്ത പലരും ഉണ്ട് നമുക്കിടയിൽ. അവരൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. വളരെ കൂളായിട്ട് ഉത്തരങ്ങൾ കൊടുക്കുന്ന ശ്രീകണ്ഠനാഥ് ചോദിക്കുന്ന ചോദ്യങ്ങളും സ്റ്റഡിയിലാണ് എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് എന്നൊക്കെയുള്ള പക്ഷേ കാണാം, അറിയത്തില്ല. ഇതിൽ PR സ്റ്റാർട്ടിംഗ് ആണ്, ഇലക്ഷൻ വരുവാണ്. മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്നും, കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഇവരാരും ഇതൊന്നും അറിയുന്ന പോലില്ല. ഇദ്ദേഹം പരിപാടി തുടങ്ങി. നിങ്ങൾ ആലോചിക്കുക, ഇനി 8-9 മാസം കാണുന്ന ഇലക്ഷന്. കോൺഗ്രസ് സംബന്ധിച്ച് ഇലക്ഷന് മുമ്പുള്ള PR തുടങ്ങണമെന്നുണ്ടെങ്കിൽ ചിലപ്പം കേന്ദ്രത്തിലൊക്കെ ചോദിച്ച് എല്ലാവരുടെയും മറുപടി എല്ലാം ചോദിച്ച് നാട്ടിലുള്ളവരൊക്കെ ചോദിച്ചതിന് ശേഷം കോൺഗ്രസ് തുടങ്ങുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ 2 ആഴ്ച മുമ്പായിരിക്കും. BJP ആണെങ്കിൽ പോലും കേന്ദ്രത്തിൽ ചോദിച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചു വരുമ്പം ഇലക്ഷന് 2-3 ആഴ്ച മുമ്പായിരിക്കും. പക്ഷെ പിണറായി വിജയൻ ഇവിടെ തുടങ്ങിയത് എപ്പോഴാണ്? അതായത് ഇപ്പം സംഗതി തുടങ്ങി. ഇതൊരു PR സ്റ്റാർട്ടിംഗ് ആണ്. ഇത് മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടുപഠിക്കേണ്ടതാണ്. PR വർക്ക് വേറെ ഒന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇദ്ദേഹമാണ് ഫൈനൽ ഡിസിഷൻ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള ആൾ കേരളത്തിലില്ല.
നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം. BJP സംബന്ധിച്ച് അങ്ങനെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റിയ ആൾ കേരളത്തിലില്ല. എന്നാൽ ഇന്ത്യയിലുണ്ട്, നരേന്ദ്രമോദി. നരേന്ദ്രമോദി എടുത്താലും പിണറായി വിജയൻ എടുത്താലും രണ്ടുപേരുടെയും രീതികൾ ചില സാമ്യങ്ങളുണ്ട്. കാരണം അവർ രണ്ടുപേരും ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഫൈനൽ ഡിസിഷനാണ്. അവരുടെ ഒരു ഭരണരീതി എന്ന് പറഞ്ഞാൽ വീണ്ടും പിണറായി വിജയനും വീണ്ടും ഭരണത്തിൽ വന്നു, നരേന്ദ്രമോദിയും വീണ്ടും ഭരണത്തിൽ വന്നു. ശ്രദ്ധിച്ചാൽ മതി, ഇവരുടെയൊക്കെ രീതി ഒരേപോലെ. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം അവർക്കിടയിൽ ഈ സ്ഥാനം ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഇപ്പോഴും അവർക്ക് ഡിസിഷൻസ് ആയിട്ടില്ല. ഇവിടെ ഇവർ രണ്ടുപേരും മുകളിൽ നിന്ന് തീരുമാനിക്കുന്നതാണ് സ്ഥാനം. ഏകാലം ഇലക്ഷൻ എടുക്കുന്നു, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും നല്ല രീതിയിൽ പരിശ്രമിച്ചാലേ ഉള്ളൂ ഒരു വിജയം കിട്ടും. ടൈറ്റാണ് സംഗതി, പഴയ പോലെയല്ല. പണ്ടൊക്കെ കോൺഗ്രസ് മാർക്സിസ്റ്റ്, ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ അടുത്ത പ്രാവശ്യം മാർക്സിസ്റ്റ് വന്നു, മാർക്സിസ്റ്റ് ഭരണത്തിൽ വന്നാൽ അടുത്ത വർഷം കോൺഗ്രസ് വന്നു. പക്ഷെ അതിനും ഒക്കെ തിരുത്തിക്കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി വീണ്ടും വന്നു. മൂന്നാമത് ചിലപ്പോൾ വീണ്ടും വരാനും സാധ്യതയുണ്ട്. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കേരള കോൺഗ്രസ് കേരളത്തിൽ ശക്തമല്ല. അതുകൊണ്ടാണല്ലോ അച്ഛന്മാർ, പള്ളിയിലെ അച്ഛന്മാരെല്ലാം കൂടി കാസ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, പിന്നീടാണെന്ന് പറഞ്ഞു. പക്ഷേ അവർ പറയുന്നുണ്ട് ചെറിയ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഭാഗമാവും, നമുക്ക് സ്ഥാനമില്ലാത്തതോട് നമ്മൾ BJPക്ക് സപ്പോർട്ട് ചെയ്യുന്നു പരസ്യമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി അങ്ങോട്ടൊരു നമുക്ക് ഇനി കേരള കോൺഗ്രസ് അല്ലെന്നുണ്ട് UDF വരണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ട് വേണം. മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ UDF നിലനിൽക്കാൻ പറ്റില്ല. മാർക്സിസ്റ്റും BJPയും തമ്മിൽ യോജിക്കുകയോ, അല്ലെ കോൺഗ്രസും BJPയും തമ്മിൽ യോജിക്കുകയോ, അല്ലെ മുസ്ലിം ലീഗും മാർക്സിസ്റ്റും തമ്മിൽ യോജിക്കുകയോ, അല്ലെ മുസ്ലിമും കോൺഗ്രസും തമ്മിൽ. ഇപ്പോൾ ഈ വോട്ട് സ്പ്ലിറ്റായി പോകുന്ന എങ്ങോട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ വോട്ട് എങ്ങോട്ട് പോകുന്ന പോലെ ഇരിക്കും. കാരണം പൊളിറ്റിക്സ് അതൊരു ഗെയിമാണ്, നമ്മളീ കാണുന്നവരില്ല. ഈ അണികളും പ്രവർത്തകരും തമ്മിൽ കൂട്ടിയടിക്കും. BJPയും മാർക്സിസ്റ്റും, കോൺഗ്രസും മാർക്സിസ്റ്റും, അല്ലെങ്കിൽ BJPയും മാർക്സിസ്റ്റും, കോൺഗ്രസും BJPയും അങ്ങോട്ടും ഇങ്ങോട്ടും അണികൾ തമ്മിലടിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നേതാക്കൾ തമ്മിലടിക്കാറില്ല. ഇവർ മീഡിയയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോഴും ഒക്കെയുള്ള ഇവർ ഈ പറയുന്ന എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയുള്ളൂ. പക്ഷേ ഇവർ തമ്മിലുള്ള പേഴ്സണൽ ഇരിപ്പ്, ഇപ്പം ഒരു കല്യാണം അല്ലെന്നുണ്ടെങ്കിൽ അവർ തമ്മിലൊരു ഗെറ്റ് ടുഗദർ, ഇഫ്താർ വരുന്ന, അവർ ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കില്ല. ഇവരൊക്കെ സുഹൃത്തുക്കളാണ് ആ സമയത്ത്. പ്രവർത്തകരും അണികളും മാത്രമാണ്. നേതാക്കള് എപ്പോഴും ബൈ ബൈ. നമ്മുടെ ജനത്തിന്റെ, സിറ്റിസന്റെ ശബ്ദം എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്. ഭരണപക്ഷം എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്, അവർ ഭരിച്ചു പോവാണ്. ഭരിച്ചു പോകുമ്പോൾ അവർക്ക് ജനത്തിന്റെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റും. കാരണം അവർ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആദ്യം ഭരണത്തിൽ വരുമ്പോൾ അവർ ജനത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. രണ്ടാമത്തെ കൂടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ ഉള്ളവരൊക്കെ ചെറുതായിട്ട് കയറ്റിക്കൊണ്ട് വരാൻ നോക്കും. ആ കൂടെ അവർക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ കൊടുക്കും. അവർ പക്ഷേ വോട്ട് ചെയ്ത് ജനത്തെ മറന്നു പോകും. അതാണ് പല പൊളിറ്റിക്കൽ പാർട്ടിക്കും ഉണ്ടാകുന്നത്. 2ഉം 3ഉം ചിലപ്പം കിട്ടുന്നിരിക്കും, അതോടുകൂടി ചിലപ്പം അവരുടെ അധപ്പതനായിരിക്കും. അങ്ങനെയൊക്കെയാണ് പല പൊളിറ്റിക്കൽ പാർട്ടിയും പലയിടത്തും ഒന്നുമില്ലാതെ പോകുന്നത്. ഒരു പാർട്ടി ഭരിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത ആൾക്ക് കൊടുക്കുക, വീണ്ടും അടുത്ത പാർട്ടിക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്താലേ ഉള്ളൂ ജനത്തിനത് പ്രയോജനം ചെയ്യുള്ളൂ. കയറുന്ന ആൾക്ക്. അപ്പം അവർ ചെയ്യുമ്പം നമ്മൾ വൃത്തിക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്കില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് കിട്ടുള്ളൂ ഭരണം. അങ്ങനെ തോന്നൽ അവർക്ക് വരും. ഇതിപ്പോൾ നമ്മൾ ഏലം ചെയ്തില്ലെങ്കിലും അടുത്ത പ്രാവശ്യം നമുക്ക് തന്നെയാണ്. അങ്ങനെ ഒരു ധാരണ വരുമ്പോഴാണ് ജനത്തിനൊന്നും കിട്ടാതെ വരുന്നത്. അതാണ് പലയിടത്തും അനുഭവിക്കുന്ന ജനങ്ങൾ. വോട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കണമില്ല കാര്യങ്ങളൊക്കെ. അതൊക്കെ ആളുകൾ ശ്രദ്ധിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ഇഷ്ടമാണ് എങ്ങനെ വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണം, എന്തിനു വോട്ട് ചെയ്യണം എന്നുള്ളത് ജനത്തിൻ്റെ ഇഷ്ടമാണ്. പിന്നീട് വോട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ജനം തനിക്ക് തൻ്റെ ഇഷ്ടങ്ങൾ പരാജയപ്പെട്ടു മനസ്സിലാകുന്നത്. ജനത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ശബ്ദം, നമ്മുടെ ശബ്ദം, ജനത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമാണ്. അത് കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും BJP ആണ്, ആരാണോ പ്രതിപക്ഷത്തിരിക്കുന്നത് അവരാണ് നമ്മുടെ ശബ്ദം. കാരണം നമുക്കെന്തെങ്കിലും ആവശ്യം, നമുക്കെന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ഭരിക്കുന്നവരുടെ അടുത്ത് നിന്ന് പറയാൻ പറ്റില്ല. നമ്മളോട് വോട്ട് ചോദിക്കാൻ വന്ന് നമ്മുടെ മുമ്പിൽ കെട്ടിപ്പിടിക്കുകയും നമ്മുടെ തോളെ കൈയുടെയും സ്നേഹം പ്രകടിപ്പിക്കുന്നവര് അവരുടെ സ്ഥാനം മന്ത്രിയോ MLA യോ MP ഒക്കെ ആയി കഴിയുമ്പം അവർ പിന്നെ നമ്മളെ കാണുമ്പോൾ ഈ സ്നേഹം കാണിക്കണമെന്നില്ല. നമുക്ക് അവർക്ക് അതിലോട്ട് എത്താനും പറ്റില്ല. അവർക്ക് പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി ഒക്കെ ആവും. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ, നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർ കാണാതെ പോയാൽ അവിടെ കണ്ണു തുറപ്പിക്കേണ്ട ആരാണ്? പ്രതിപക്ഷമാണ്. അതുകൊണ്ട് പ്രതിപക്ഷം അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വർക്കൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അവരാണ് ശബ്ദിക്കേണ്ടത് നമുക്ക് വേണ്ടി. പ്രതിപക്ഷമാണ് ജനതയുടെ ശബ്ദം. അതിൻ്റെ ഇടയ്ക്ക് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടല്ല, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാണാൻ ശ്രമിക്കാറില്ല. എല്ലാ നേതാക്കളെ അല്ല,
ഒരു വലിയ വിഭാഗം നേതാക്കൾ അങ്ങനെയാണ്. അവരുടെ കണ്ണ് ഉറപ്പിക്കേണ്ടവരാണ് പ്രതിപക്ഷമാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ പ്രതിപക്ഷം ഭരണത്തിൽ കയറി കഴിയുമ്പം അവരും എന്താ കാണിക്കാൻ പോകുന്നു? ഭരണപക്ഷമാവും. അപ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അവരും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പം നമുക്ക് വേണ്ടി ശബ്ദിക്കേണ്ടവരാണ് അപ്പോൾ ഉള്ള പ്രതിപക്ഷമാണ്. അതുകൊണ്ട് പ്രതിപക്ഷമാണ് ജനത്തിന്റെ ശബ്ദം. ഞാൻ അവിടെ അണിയല്ല, പ്രവർത്തകനല്ല, ആരാധകനുമല്ല, ഭക്തനുമല്ല. എക്കാലവും ഞാൻ ആ നിലപാട് തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് വല്ലതുണ്ട്. അതാണ് യാഥാർത്ഥ്യം. പൊളിറ്റിക്സ് എപ്പോഴും ഇഷ്ടമാണ്, എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. എന്താണെന്നും പുള്ളി തുടങ്ങി. കാരണം ഇത് തുടങ്ങിയാലേ കാര്യമുള്ളൂ. ഞാൻ 7-8 മാസമുള്ളൂ. ഇപ്പോഴേ ഗ്യാസ് റൂട്ടിലേക്ക് പതുക്കെ ചെയ്ത് കയറിയാലേ ഉള്ളൂ പബ്ലിക്കിന്റെ ഇടയിലോട്ട് ചെല്ലുള്ളൂ. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ കുറച്ചുകൂടെ സ്ട്രഗിളിങ്, അത് പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് പുള്ളി കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്യുന്നു. ഈ PR സ്ട്രാറ്റജി ആദ്യം തുടങ്ങിയ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം ആദ്യം തുടങ്ങിയ പരിപാടിയാണ്, സക്സസ് ആയിരുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. നമ്മൾ എന്തൊരു ബിസിനസ് തുടങ്ങിയാലും, അല്ല നമ്മളൊരു ഒരു സ്ഥാപനം തുടങ്ങിയാലും, എന്ത് തുടങ്ങിയാലും PR വഴി നമുക്ക് എത്തിക്കാൻ പറ്റില്ല പബ്ലിക്കിലോട്ട്. കാരണം എല്ലാവരും ഈ മൊബൈലിൽ ടച്ചിങ്സ് ചെയ്യുന്ന കാലഘട്ടം. അപ്പം ഇതിൽ കൂടെയാണ് നമുക്ക് അവരിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങൾ ജനങ്ങളോട്ട് എത്തിക്കിടുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ആണ്. അതിനാണ് അവർ പോരാളികൾ. അവർക്ക് സോഷ്യൽ മീഡിയ വിങ് തന്നെയുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസിന്. അതിനെയൊക്കെ പോഷിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുവരാൻ ഉള്ള ഫണ്ടിങ് അവർക്കുണ്ട്. യുവാക്കൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ എത്തണമെന്നുണ്ടെങ്കിൽ PR ആണ്. PR വഴി സമയത്ത് നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇതിനെ വേണ്ട രീതിയിൽ വേണ്ട ഇടത്ത് എത്തിക്കണം. അതാണ് ആ PR-ന്റെ കഴിവ്. നമ്മളത് കുറച്ചിങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇന്ന ആൾക്ക് ചെയ്യാം. ആ ഒരു ഇത് വരുന്നുണ്ട്, ആളുകൾക്കിടെ സ്വാധീനിക്കുന്നുണ്ടത് ശരിക്കും. ഇന്നിപ്പം ജനം കാഞ്ഞ ബുദ്ധിയാണ്. PR ആണെന്നുള്ളത് പണ്ടൊന്നും അത്ര ആൾക്ക് ഇത് PR എന്നുള്ളത്. ഇതിപ്പോ ഒരു 2-3 വർഷമായിട്ട് ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇതൊരു PR സ്ട്രാറ്റജി എന്നുള്ളത് ജനത്തിനും അത് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് അത്ര എളുപ്പമല്ല അഭിനയ മുഹൂർത്തങ്ങൾ ഇറക്കേണ്ടവരും ആളുകൾക്കിടയിൽ. കാരണം ആളുകളും കുരുട്ട് ബുദ്ധിയായിട്ടിരിക്കുന്നത് ഇവന്മാർ PR ആണോ ചെയ്യുന്നത് എന്നുള്ളത്. എന്താണെങ്കിലും ഇലക്ഷൻ വരുവാണ്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഗെറ്റ് റെഡി. ഇവിടെ പണി തുടങ്ങിയാണ്. ഇത് ഞാൻ വീണ്ടും പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എതിരോ അല്ലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ഇകഴ്ത്താനോ പുകഴ്ത്താനുള്ള പിടിയല്ല. നിങ്ങളിത് വൈകാരികമായി എടുക്കേണ്ട ആവശ്യമില്ല. കണ്ടപ്പം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.